രാവിലെ വീടിന്റെ ഉമ്മർത്ത് വന്നിക്കാൻ എനിക്ക് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മതിലിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ കുറെ പേര് മതിലുപണി എന്തായി എന്നിങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഒരു സൈഡ് ചെറുതായിട്ട് ഇതെങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്, ഇനി അപ്പുറത്തെ സൈഡ് കെട്ടാണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടിയും കെട്ടി വരാണ്ട് കേട്ടാ. അപ്പൊ എല്ലാം കൂടി ആയിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നേരെ കിച്ചണിൽ കയറി ചായ പണിയിലേക്കായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊങ്ങി വന്നേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടാണ്. 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും 1 ഉരുളൻകിഴങ്ങും ആട്ടോ ഞാൻ അതിൽ നുറുക്കിയിടുന്നത്. എന്നിട്ട് ഇതേ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ച്. പിന്നെ നൂൽപുട്ടിനുള്ള മാവാട്ടം ഞാൻ കുഴക്കണത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെയാട്ടോ കുഴക്കണത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് കറിക്കാണ്. അതൊന്ന് വയറ്റി വന്നതിന് ശേഷമാണ് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ അത് തക്കാളിയുടെ പച്ചച്ചോയ വിടുന്ന നേരം കൊണ്ട് ഞാൻ നൂൽപ്പിട്ടിന്റെ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ട് ഇതേ അച്ചിലാക്കിയിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ തക്കാളിയുടെ പച്ചച്ചോയൊക്കെ വിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ടിട്ട് നന്നായി വയറ്റി എടുത്തിട്ട് അതിലേക്ക് 5 വിസിലടുപ്പിച്ച നമ്മുടെ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും അത് ഒഴിക്കാട്ട ചെയ്ത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു, നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ അടിച്ചു വരാൻ നോക്കിട്ടോ, തുടയ്ക്കാൻ നിന്നില്ല. തുടയ്ക്കാൻ നിന്ന് അമ്പലത്തിൽ പോകാൻ വേഗം. അങ്ങനെ നമ്മുടെ തേജപ്പനെ വിളിച്ചനുപ്പിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും കുളിച്ച് പുറപ്പെട്ടിട്ട് ഇത് അമ്പലത്തേക്ക് പോകാൻ നോക്കുക. അപ്പോൾ വിൻഷേട്ടൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിയാലോ വിചാരിച്ചിട്ട് ഞാനും തേജും വേഗം നടന്നുട്ടാ. അങ്ങനെ നമ്മളിതേ അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. പുസ്തകം എടുക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നന്നായി തൊഴുത് ബുക്കൊക്കെ എടുത്തതിന് ശേഷം ഹരിശ്രീ എഴുതിക്കായിരുന്നു കേട്ടോ. എല്ലാവരും എഴുതുന്നുണ്ട്, കുട്ടികൾ മാത്രമല്ല കേട്ടോ, അമ്മമാരും എല്ലാവരും പ്രായമായവരും എല്ലാവരും എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ തേജപ്പനെ പിടിച്ചിരുത്തിയിട്ട് അവനെ കൊണ്ട് എഴുതിച്ചു. അതിന് ശേഷം ഞാനും എഴുതിയിട്ടാ. എഴുതുന്നിടത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ നേരം നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ എഴുതാതിരുന്നേക്കണത്. പിന്നെ ഇതെല്ലാം എടുത്ത് നമ്മളിതേ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം. ബുക്കൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് ഇതേ വാഹന പൂജ നടക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇതെല്ലാ വാഹനങ്ങളും ഒരു സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ വാഹനങ്ങളായിട്ട് ഇങ്ങനെ പൂജിച്ച് തുടങ്ങും. അതിന്റെ തിരക്ക് അമ്പലത്തിന് പുറത്തുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മള് വിൻഷേട്ട് ഏതോ ഫ്രണ്ടിനെ കണ്ടപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് നേരെ വീട്ടിലേക്കായിട്ട് പോകണത്. തേജുവിന്റെ വിചാരം ബുക്ക് എടുത്ത് കഴിഞ്ഞ് ഇനി ക്ലാസ്സിക്ക് പോകണം എന്നാട്ടോ. അപ്പൊ ക്ലാസ്സിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് സന്തോഷമാണ് ആ കാണണത്. ഇങ്ങേർക്ക് ഇടയ്ക്ക് എന്താ കയറണോ വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ കുറെ ഡയലോഗ് ഇരുന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഞാനും തേജപ്പനും വിൻഷേട്ടനും കൂടി ഇത് ചായ കുടിക്കായിരുന്നു കേട്ടോ. തേജു ആണെങ്കിൽ ഇതേ TV കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പൊ നൂൽപ്പെട്ടും നമ്മുടെ ഗ്രീൻ പീസും കറി കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വിൻഷേട്ടൻ കുറച്ചേരം നമ്മുടെ തേജപ്പനൊന്ന് പഠിപ്പിക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.